ശരിയാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, അങ്ങനെയല്ല കുറച്ച് ഇടവേളകൾക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ എണീക്കണ പോലെ, പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ അങ്ങനെ എണീക്കലില്ല. നീക്ക് പറഞ്ഞാൽ 5 മണിക്ക് തന്നെ വിളിക്കൽ തുടങ്ങും, പക്ഷെ 5:45 ആവും. കാരണം വെച്ചാൽ ഈ കുറേ ഉറക്കുകളൊക്കെ കടം വീട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ സ്കൂളിൽ പോയില്ലേനി, ഇന്നലെ നല്ല ഉറങ്ങി അതൊക്കെ കടം വീട്ടി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല കുറച്ച് പ്രൊഡക്റ്റീവാണ്. കാരണം വെച്ചാൽ രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിച്ചു. പൊതുവെ ഞാൻ ആ ഫോണിൽ കളിക്കലാണ്, റീൽസും കണ്ടിങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ആക്കുകയാണെങ്കിൽ എഡിറ്റ് ആക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഐസിൽ ഫേസ് ഒന്ന് ഡിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഫേസ് ആ സകലും ടാനാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ സ്പോർട്സ് കഴിഞ്ഞ് പിന്നെ എനിക്ക് എല്ലാ ആഴ്ച കല്യാണമായിരുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ എൻ്റെ ഫേസ് ഒന്നായി ടാൻ അടിച്ച് കുത്തിരിക്കുകയാണ്. അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ വെറുതെ രാവിലെ ഒരു രസം എന്നുള്ള രീതിയിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ എടുത്ത് അതിൽ വെള്ളമൊക്കെ ആക്കി അതിൽ ഫേസ് ഡിപ്പ് ചെയ്ത്, അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തലയിൽ എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ കുളിക്കാണ്ടായിരുന്നു. രാവിലെ തന്നെ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ആയിട്ട് പിന്നെ പോയി പല്ല് തേച്ച്, പിന്നെയാണ് ഞാൻ പല്ല് തേക്കുന്നത്, സ്വാഭാവികം. അങ്ങനെ കുളിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മദ്രസയിലോട്ട് പോവുകയാണ്. കാരണം അപ്പോഴത്തേക്കും 5 മണിയൊക്കെ കഴിഞ്ഞ് 6 മണി ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ 6 മണി ആയാലാണല്ലോ ബോധം വരിക. 6 മണിക്കുള്ള മദ്രസയിൽ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി വേഗം പോവാണ്. അപ്പോൾ അത് മഫ്തൊക്കെ ഇട്ടതിന് ശേഷം ഷോളൊക്കെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ലിബാം ഇട്ട് കൊടുക്കുകയാണ്. നിവ്യേൻ്റെ ലിബാമാണ്, ഏതോ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട് ഞാൻ വാങ്ങാൻ പോകുന്നത്. അങ്ങനെ അതും ഇട്ട് നമ്മൾ നേരെ മദ്രസ പോവാണ്. ഞാൻ പൊതുവേ ഇതൊന്നും മദ്രസ കൊള്ളില്ല. മദ്രസക്ക് മതിയാർക്ക് ഷോൾ ചുറ്റിടുമ്പോൾ പിന്നും കൂടി കുത്തൂല, അമ്മാതിരി അവസ്ഥയിലാണ് പോവല്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കണോണ്ടായിരിക്കാം മേ ബി. അപ്പം ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ വേഗം ഷടപടി എന്ന് പറഞ്ഞ പോലെ നമ്മൾ മദ്രസയിലോട്ട് പോവാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നത്, ഞാൻ സുബഹ് സ്കരിച്ചില്ല. അങ്ങനെ പിന്നെ സുബഹൊക്കെ സ്കരിച്ച് നമ്മൾ മദ്രസ പോയി വന്നിട്ടുണ്ട്. പിന്നെ അമ്മ കുറച്ച് കോഴിമുട്ട വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങി വന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മോർണിംഗ് ഒക്കെയാണ്. ഞങ്ങൾ വണ്ടി ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഇതിന് മുന്നേ പച്ച പോലീസ് ആക്കിയിനി, പച്ച മാറ്റി ഇപ്പോൾ കറുപ്പ് പോലീസ് ആക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ വണ്ടി ചേഞ്ച് ആക്കിയെന്ന് പറഞ്ഞത്. അപ്പോൾ ലീ ഒന്ന് നേരത്തെ എണീച്ചിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ചെറിയൊരു ഉണ്മേഷമൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ലീ എന്തോ വെള്ളം എന്തോ കുടിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലബൂബു പറയുമ്പോൾ ലബൂബു ഒരു ഇതിക്ക് ഭയങ്കര ട്രെൻഡിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ലബൂബുവിൻ്റെ ഒരു കീ ചെയിനാണ് എൻ്റെ ബാഗിൽ തൂക്കിയിട്ടാണ്. എനിക്ക് ഈ കളർ അത്രയ്ക്ക് ഇഷ്ടമില്ല. ഇതെന്താ വെച്ചാൽ എൻ്റെ ലിയൻ്റെ ആണ്, അനിയത്തിൻ്റെ ആണ്. എൻ്റെതൊരു ബ്ലൂ കളറായിരുന്നു. അത് ഓളൊന്നാകെ വലിച്ച് പൊട്ടിച്ചില്ല, പൊട്ടിയാണ്. അപ്പോൾ ഇനി ഞാൻ തൂക്കി നടന്നാൽ ചിലപ്പോൾ ഒന്നാകെ പൊട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വെച്ചിക്കാണ്. പിന്നെ നമ്മൾ ടൈം ടേബിളൊക്കെ നോക്കി ബുക്കൊക്കെ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബാഗിലാക്കി ബാഗ് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ, എൻ്റെ പേര് ഫാത്തിമ ദിയ, ഞാനിപ്പോൾ 10th പഠിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസൊക്കെയാണ് വരിക. ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഓരോ വ്ലോഗുകളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ഒരു ടീനേജ് സ്റ്റുഡൻസിന് പറ്റിയൊരു അടിപൊളി ചാനലാണ്. ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ലബൂബു. അപ്പം അതിൻ്റെ അവിടെ ലീ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരില്ല, നമുക്ക് തൂക്കിടാന്ന് വിചാരിച്ച് ഞാൻ പിന്നെ തൂക്കി. കാരണം ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പേരെന്താ അറിയോ, മിൻമിനി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റുകയാണ്. രാവിലെ തന്നെ കുളിച്ചതായതുകൊണ്ട് കൂടുതൽ ടൈമൊന്നും ഇതായില്ല. പിന്നെ എനിക്ക് മദ്രസ ഞാൻ 7 മണിക്ക് വരും മദ്രസ വിട്ടാണ്ട്. പിന്നെ നമുക്ക് 7:45 ആകുമ്പോഴത്തേന് ഇവിടുന്ന് പോകും വേണം. എൻ്റെ വണ്ടി ഇവിടേക്ക് വരില്ല, കുറച്ച് വിട്ടേ വരില്ല. അപ്പോൾ അവിടേക്ക് നടന്നു പോകണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുങ്ങുകയാണ്. ജസ്റ്റ് മഫ്ത തരുകയാണ് യൂണിഫോം മാറ്റിയതിന് ശേഷം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ക് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റി കാണിച്ചാൽ കുറേ ആയില്ലേ പഴയത് എടുക്കണേ. അങ്ങനെ മാറ്റിയാൽ അത്ര നല്ലതൊന്നുമല്ല, പക്ഷേ എനിക്കെന്തോ മാറ്റണം എന്ന് തോന്നിയപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം. അങ്ങനെ പിന്നെ മഫ്തൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ ബേസിലൊന്നും ഇടൂല, സൺസ്ക്രീൻ ഇടൂല, ഒന്നും ഇടൂല. വെറുതെ അല്ല ടാൻ അടിക്കണത്. പക്ഷേ സൺസ്ക്രീനൊക്കെ ഇട്ടാന്ന് വെച്ചാൽ എന്തോ പോലെയാണ്. ഞാൻ എങ്ങനെയായാലും സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായാലും വേർത്ത് വിളിക്കും. അപ്പോൾ എൻ്റെ ഒന്നാകെ സൺസ്ക്രീൻ ഒന്നാകെ വൈറ്റ് പോലെയാവും. എനിക്കത് തുള്ളി ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ പിന്നെ പൊന്നിടയില്ല. ജസ്റ്റ് ഐലൈനർ എഴുതി ലിബാം ഇട്ട് അത്ര തന്നെ ഉള്ളൂ. പിന്നെ ആരോ എന്നോട് ചോദിച്ചു ലിപ്സ്റ്റിക് ഒന്നും ഇടൂലേ, ഇട്ടോക്ക് രസം ഉണ്ടാവും. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇടലുണ്ട്.
പിന്നെ പെരേന്ന് അങ്ങനെ ചിലപ്പോൾ ഇട്ടൂല, ചിലപ്പോൾ അവിടെ സ്കൂളിലെത്തിയ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിടും, അങ്ങനെയൊക്കെയാണ്. ചിലപ്പോഴിടൂല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാണ്. ജസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കോഴിമുട്ട കറിയും അതേപോലെ തന്നെ പത്തിരിയുമായിരുന്നു. പിന്നെ ഒരു 6 മണി 6:30 ആയപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടുന്നത്. കാണിച്ചാൽ എൻ്റെ പാരൻസ് വരയില്ലേരി, ഞാൻ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ പിന്നെ പാരൻസ് വന്നതിൻ്റെ ശേഷമാണല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുക. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കുക ആണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഒരു കസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ജസ്റ്റ് അവിടെ പോവുക, ഒരു ഫുഡ് അടിക്കുക, അത്രേനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ മാറ്റി ഒരുങ്ങി നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ അറിയുമ്പോൾ ഞങ്ങൾ തറവാട്ടിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ, ഓളെ 1ാമത്തെ ബർത്ത്ഡേ ആണ്, അസയാണ്. പിന്നെ എൻ്റെ കസിൻസിനെ കണ്ടാൽ കസിൻസ് എന്ന് പറയൂല, അതങ്ങനെയാണ്. ഞാൻ കാണിച്ചുതരാം, എൻ്റെ കസിൻസിനെ പരിചയപ്പെടുത്തി തരാം. ഇത് അടുത്ത കസിന്, അതേപോലെ ഇനി വരുന്നതാണ് എൻ്റെ അടുത്ത കുറേ കസിൻസാണ്. അപ്പം എൻ്റെ കസിൻസും ഞാനും യാതൊരു ബന്ധവുമില്ല. യാതൊരു ബന്ധം എന്ന് പറയുമ്പോൾ ബന്ധമുണ്ട്, അങ്ങനെയല്ല. ഞങ്ങളെ കണ്ട കസിൻസ് എന്ന് പറയില്ല, എൻ്റെ വേറെ ആരെങ്കിലുമൊക്കെ ആണെന്ന് പറയും. കാണിച്ചാൽ ഒരു കുഞ്ഞിതും ഞാൻ ബടയുമാണ്, ബട അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കൊടുത്തൊരു ഉടുപ്പുണ്ടായിരുന്നു, അതിട്ട് കൊടുത്ത് ഒരു ഫോട്ടോ എടുക്കാൻ കേട്ട പാട് നിങ്ങൾ കാണണം, കണ്ടന്റ് മനസ്സിലാക്കണം. അതിട്ടിട്ട് ഓള് ഇരിക്കണില്ല. കാണിച്ചാൽ കുട്ടീനെ പറഞ്ഞിട്ടും കാര്യമില്ല, ജസ്റ്റ് നല്ല കുത്തുന്ന സാധനങ്ങളാണ്. കാണിച്ചാൽ ഡ്രസ്സ് ഭയങ്കര ഓവറാണ്. അപ്പം അതിങ്ങനെ കുത്തും, പിന്നെ നമ്മളെ ഒരു കളികൾക്കൊന്നും നടക്കൂലല്ലോ. അപ്പം അതിട്ടൊരു ഫോട്ടോ എടുക്കാൻ ഞങ്ങളെല്ലാവരും കേട്ട പാട്. ഓ ജമ്മോ, കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ വലുതായിട്ട് വീഡിയോ കാണണം ഉണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടും ഒരു ഫോട്ടോയും മതിയായിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് കുറേ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് എടുക്കാനായി. എൻ്റെ പഠിച്ചോനെ എന്തൊക്കെ കളിച്ചത് നിങ്ങൾക്കും കൂടി അറിയില്ല. കഷ്ടപ്പെട്ട് എങ്ങനെ ഒരു ഫോട്ടോ ഒപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്രയും മോശമാണ്, പക്ഷെ എന്നാലും സഹിക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കസിൻസിനൊപ്പം അടിച്ചു പൊളിക്കാണ്. കാണിച്ചാൽ ചെറിയ കുട്ടികളാ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും ചെറിയ കുട്ടിയാണല്ലോ. ഞാനും ഓലപ്പം കൂടി ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ബർത്ത്ഡേ പാർട്ടി പറയുമ്പം നിങ്ങൾ വിചാരിക്കണം കുറേ ബലൂണൊക്കെ തൂക്കി ഇതായി, അങ്ങനത്തെ അല്ല. ജസ്റ്റ് സിമ്പിൾ പരിപാടി. സിമ്പിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ കാത്തിക്കണം, പൊട്ടിക്കാൻ എന്തൊക്കെയോ കളികൾ കളിക്കണം. ഈ വ്ളോഗ് ഇങ്ങനെ ആയില്ല, സോറി വരുന്നു. പക്ഷെ എന്നാലും രസമൊക്കെ തന്നെയല്ലേ. നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക, എസ്തറ്റിക്കായിട്ട് വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഒരു തരം അവസ്ഥകളായിരുന്നു. മീൻസ് ചന്തയിൽ പോയ പോലെ ആയിരുന്നു. മാർക്കറ്റിൽ മറ്റേ ചന്തയിലൊക്കെ പോയണ്ടല്ലേ, അതുപോലത്തെ അവസ്ഥയാണ്. ഗിഫ്റ്റ് കൊടുക്കുന്നു, വാങ്ങുന്നു, പൊട്ടിക്കുന്നു, എന്തൊക്കെയോ കളിക്കുന്നു. അതെന്ന് വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ പൊട്ടിക്കണതും. അങ്ങനെ പിന്നെ മിഷാലു നഹാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓരിവിടെ ഇല്ലേനി, ഓല് മദ്രസക്കും ട്യൂഷനൊക്കെ പോയതേനി. അങ്ങനെ പിന്നെ മിഷാൽ പിന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ നിൽക്കായിരുന്നു. അങ്ങനെ പൊട്ടിച്ച് അങ്ങനെ ഓരോന്ന് പൊട്ടിക്കൽ തുടങ്ങി. ഞാൻ പിന്നെ അവർക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. ഈ ഫുൾ എനർജിയാണ്. എന്തൊക്കെയാ ഇതിലുള്ളത് നോക്കാൻ എല്ലാവരും കണ്ണോർത്ത് അങ്ങനെ നിൽക്കാമായിരുന്നു. അങ്ങനെ പിന്നെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാണ്. നമ്മുടെ വീഡിയോസിന് തുള്ളി ക്ലിയർ ഇല്ല എന്ന് എനിക്കറിയാം. ഇൻഷാല്ലാ നമ്മൾ ഒരു ഫോൺ അത് നമ്മൾ പറയലുണ്ട്. അപ്പം ചിലപ്പം ഇവിടെ അടുത്തായിട്ട് ഒരു ഫോൺ വാങ്ങലുണ്ടാവും. അപ്പം നമുക്ക് അടിപൊളിയാക്കാം. അങ്ങനെ പിന്നെ അതാ മന്തിയും അൽഫാമും സാധനങ്ങളൊക്കെ സെറ്റാക്കി അതൊക്കെ അകത്താക്കിയതിന് ശേഷം ഇവിടെ കുറച്ച് ടോയ്സും ഗിഫ്റ്റൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കി. പിന്നെ ഞാൻ തിരിച്ച് പെരയിൽ പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ടാറ്റാ.